പാലക്കാട് MLA ഓഫീസിലേക്ക് ഉൾപ്പെടെ ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അടങ്ങാത്ത രീതിയിൽ പ്രതിഷേധിക്കാനാണ് ഡിവൈഎഫ്ഐയും തീരുമാനിച്ചിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. MLA ഓഫീസിൽ ഇപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നറിഞ്ഞിട്ടുണ്ടോ? മാത്രവുമല്ല, ഈ പ്രതിഷേധം എങ്ങനെ കടുപ്പിക്കാനാണ് രണ്ട് പാർട്ടികളുടെയും തീരുമാനം? ധന്യ, നിലവിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. നമ്മളിപ്പോഴും MLAയുടെ ഓഫീസിലാണ് ഉള്ളത്. ഈ ഓഫീസിലുള്ളവർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ അദ്ദേഹം എവിടെയാണെന്നുള്ളൊരു വിവരം ഇതുവരെയില്ല. മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം നേതൃത്വത്തെ ഇപ്പം പാലക്കാടുള്ള ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ ഉൾപ്പെടെ ഇപ്പോഴും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആയി തുടരുന്നതാണ്. ഇന്ന് രാവിലെ ഒരല്പനേരം അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി, പിന്നീട് വീണ്ടും സ്വിച്ച് ഓഫ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ റിങ് ചെയ്തിരുന്നു, പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് വീണ്ടും അത് സ്വിച്ച് ഓഫ് ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഇവിടെ ഡിവൈഎഫ്ഐയും BJP ഉൾപ്പെടെയുള്ള നടത്തിയത്. ഇന്ന് പക്ഷേ വലിയ പ്രത്യക്ഷ പ്രതിഷേധങ്ങളൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്നാൽ പ്രതിഷേധം തുടരാനുള്ളൊരു നീക്കം തന്നെയാണ് യുവജന സംഘടനകളുടെയും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ നിന്ന് അദ്ദേഹം പോകുന്നത്. വൈകുന്നേരം 5:45 കൂടി ഇവിടെ നിന്ന് അദ്ദേഹം പോകുന്നു. അതായത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി നേരത്തെ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് കണ്ണാടി പഞ്ചായത്തിലേക്ക് പരിപാടിയിലേക്ക് പോകുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നതെന്നുള്ള വാർത്ത വരുന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് മിനിറ്റുകൾക്കകം തന്നെ ഈ പാലക്കാട് നഗരത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഈ ഇപ്പോൾ ഓഫീസ് നിൽക്കുന്ന ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വെച്ചാണ് പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നതും വാഹനം MLA വാഹനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും ഇവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി സുഹൃത്തിൻ്റെ വാഹനത്തിൽ പോകുന്നതും. വൈകുന്നേരം 6:10 ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു ആളുകളുടെയും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആകുന്നു. പിന്നീട് യാതൊരു വിവരവും അദ്ദേഹത്തെക്കുറിച്ചില്ല എന്നുള്ളതാണ്. എവിടെയാണെന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരമില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഫോൺ ഇന്ന് രാവിലെ സ്വിച്ച് ഓൺ ആയതുമായി ബന്ധപ്പെട്ട് അത് ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, പാലക്കാടിൻ്റെ തൊട്ടടുത്ത് ഉള്ള മറ്റു സംസ്ഥാന തമിഴ്നാടിൻ്റെ മറ്റു അതിർത്തി പ്രദേശത്ത് എവിടെയെങ്കിലും ഒക്കെ പുള്ളി ഉണ്ടാകാമെന്നുള്ളൊരു നിഗമനം പോലീസ് പറയുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല, എങ്കിൽ പോലും നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പക്ഷേ ഇനി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു നിലയിൽ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി ജാമ്യം നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ജാമ്യം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം ഒരു പക്ഷേ പുറത്തേക്ക് വരാമെന്നുള്ളൊരു നിഗമനത്തിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും രാഹുൽ എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. ധന്യ.